ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബത്തിന്റെ അവസ്ഥ എന്താണ്? അവരെ കുറിച്ച് നബി തങ്ങളോട് ചോദിക്കുമ്പോ നബി തങ്ങൾ പറയുകയാണ്, പടച്ചവനെ, മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മഹത്വമുള്ളവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സ്വഹാബാക്കളിൽ വെച്ച്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത് ബദരീങ്ങൾക്കാ, ആ ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾക്കാ. എന്ന് നബി തങ്ങൾ അവിടെന്ന് പറയുമ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നു, ബദറിൽ പങ്കെടുത്ത മലക്കുകളെ കുറിച്ച് ചോദിക്കുമ്പോ ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മലക്കുകളുടെ ലോകത്തിലെ വിവിഐപികളാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകള്. അവരും വല്ലാത്ത മഹത്വമുള്ളവരാണ്, അവരേറ്റവും കൂടുതൽ സ്ഥാനമുള്ളവരാണ് എന്ന് ബദറിൽ പങ്കെടുത്ത മലക്കുകളെ കുറിച്ച് പോലും പറഞ്ഞു എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ ബദരീങ്ങൾ നമ്മൾ മറന്നു പോകരുത്. ആ ബദരീങ്ങൾ ഇല്ലെങ്കിൽ നമ്മളില്ലായിരുന്നു. പടച്ചവനെ, അവരുടെ ഈമാൻ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഒട്ടിയ വയറുമായി, ഒടിഞ്ഞ വാളുമായി പടച്ചവനെ ഒരു ആയുധവുമില്ലാതെ കടന്നുപോയവരാണ്. ആ ബദരീങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സർവ്വതും മാറ്റിവെച്ചവരാണ്. അവരുടെ മോഹങ്ങള്, അവരുടെ സ്വപ്നങ്ങള്, അവരുടെ ആഗ്രഹങ്ങള് സർവ്വതും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മാറ്റിവെച്ചവരാണ്. അവരുടെ ജീവിതം തന്നെ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചവരാ. ആ ബദരീങ്ങളില്ലെങ്കിലും നമ്മളില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ ബദർ ദിനത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അവർ അല്ലാഹുവിന് വേണ്ടി അവരുടെ ആയുസ് കൊടുത്തല്ലോ, അവരുടെ സമ്പത്ത് കൊടുത്തല്ലോ, അവരുടെ കുടുംബം കൊടുത്തല്ലോ, അവരുടെ ഈ സർവ്വതും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തല്ലോ. ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നല്ലോ. അവസാനം ഗതികെട്ടപ്പോഴാണ് യുദ്ധത്തിന് ഇവിടുന്ന് തയ്യാറായത്. ഖുറൈശികളുടെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ ആ ബദറിന്റെ രണാങ്കണത്തിലേക്ക് സ്വഹാബത്ത് കടന്നുപോയെങ്കില് ഈ ബദർ ദിനത്തിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോ 1400 കൊല്ലം മുമ്പ് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പീഡനങ്ങളും അവരുടെ അക്രമങ്ങളും സഹിക്കാൻ കഴിയാതെയാണ് ആ ബദർ നടന്നതെങ്കില്, പടച്ചവനെ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്കടോ. അതേ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് പടച്ചവനെ വല്ലാത്ത പരീക്ഷണത്തിന്റെ നടുവിലൂടെയാ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. പടച്ചവനെ, ഈ അടുത്ത കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ പത്രങ്ങളിൽ വായിച്ചവരാണ്, നമ്മുടെ രാജ്യത്തല്ലേ ഒരു മുസ്ലിമായ സഹോദരന് പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ കൊന്നുകളഞ്ഞല്ലോ. നമ്മുടെ രാജ്യത്താണ് നടക്കുന്നത്. പടച്ചവന് കന്നുകാലിയെ കൊണ്ടുപോയ സർവ്വരേഖകളുമായിട്ട് പോയ മനുഷ്യനെയാ പാകിസ്ഥാനിലേക്ക് പോകടാ എന്ന് പറഞ്ഞുകൊണ്ട് ജീവനം കൊണ്ടോടുന്ന പ്രായമുള്ള മനുഷ്യനെ തല്ലിക്കൊല്ലുകയാണ്. ഇതുപോലെ പല പല അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാ. വല്ലാത്ത പീഡനങ്ങളാണ് മുസ്ലിം സമുദായം പടച്ചവനെ പേരുദോഷവും അപവാദങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു ബദർ നമ്മളിലേക്ക് കടന്നു വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇങ്ങനെ പരീക്ഷണങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോ നമ്മളും ആ ബദരീങ്ങളെ പോലെയാണ് ആകേണ്ടത്. ആ ബദരീങ്ങൾക്കുള്ള ഗുണങ്ങളാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. ആ ബദരീങ്ങൾ അങ്ങനെ ആയിരുന്നു. അവരുടെ ഈമാൻ, അവരുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും മുഴുവനും അവർ മാറ്റിവെച്ചവരാണ്. അവർ അല്ലാഹുവിന് വേണ്ടി ജീവിച്ചവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഓരോ ബദർ ദിനം കടന്നു വരുമ്പോഴും അതിൽ നിന്ന് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഒന്ന് ഈമാനാണ്, രണ്ട് തഖ്വയാണ്. പടച്ചവനെ, നമ്മുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെക്കലാണ്. ആ ബദരീങ്ങളെ പോലെ ചിന്തിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ആ ബദരീങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഗുണമെന്തെന്നറിയുമോ? വൽ ആഖിറതു ഖൈറും വ അബ്ഖാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ബദരീങ്ങൾക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുണമെന്തെന്നറിയോ? അവർക്ക് പടച്ചവനെ ദുനിയാവ് വേണ്ടായിരുന്നോ? അവർക്ക് ദുനിയാവിൽ ജീവിക്കണമെന്ന് മോഹമില്ലായിരുന്നു. അവർക്ക് പടച്ചവനെ വൽആഖിറതു ഖൈറും വ അബ്ഖാ, പടച്ചവനെ അവർക്ക് മരിക്കാൻ പേടിയില്ലായിരുന്നു. പടച്ചവനെ അവർ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടവരാ. അവർക്ക് പണം വേണ്ട, അധികാരം വേണ്ട, സ്ഥാനമാനങ്ങൾ വേണ്ട, സന്തോഷമുള്ള ജീവിതം വേണ്ട. പടച്ചവനെ, ആ ബദരീങ്ങള് മരണത്തെ പേടിയില്ലാത്തവരായിരുന്നു. പടച്ചവനെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ വല്ലാതെ സ്നേഹിച്ചവരായിരുന്നു. എത്രയോ ചരിത്രങ്ങൾ അതിന് സാക്ഷിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളാകട്ടെ പടച്ചവനെ മരണ
മരണത്തെക്കുറിച്ച് പറയുന്നത് പോലും നമുക്കിഷ്ടമല്ല. ഉസ്താദേ, എവിടെ ചെന്നാലും മരണവും ഖബറും നരകവും പരലോകവും സിറാത്തും മീസാനും അല്ലാതെ വേറെ ഒന്നുമില്ല. പടച്ചവനെ പറയുന്നത് പോലും നമുക്കിഷ്ടമല്ലല്ലോ. എങ്കിലും ബദരീങ്ങൾ അങ്ങനായിരുന്നില്ല. ആ ബദരീങ്ങളുടെ ചരിത്രം പഠിക്കണം സഹോദരാ. ആ ബദരീങ്ങളുടെ ചരിത്രം എന്തെന്നറിയോ? മഹാനായ സഅദ് ഇബ്നു ഉനൈസ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിക്കാൻ ഒരു ചരിത്രം പറഞ്ഞു തരാ. മഹാനായ സഅദ് ഇബ്നു ഉസൈമ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഒരു വീട്ടിൽ വാപ്പയും മകനും കൂടെ പടച്ചവനെ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. വാപ്പയും മകനും പടച്ചവനെ യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചു. അവസാനം വാപ്പ പറയുകയാ, നമ്മൾ രണ്ടുപേരും കൂടെ യുദ്ധത്തിന് പോയാൽ, ഒരു വീട്ടിൽ നിന്ന് വാപ്പയും മകനും കൂടെ യുദ്ധത്തിന് പോയാൽ പടച്ചവനെ വീട്ടിലാരുമില്ലല്ലോ, പടച്ചവനെ അവർക്കറിയാം ഷഹീദാകുമെന്ന്. അതുകൊണ്ട് സഅദ് ഇബ്നു ഉസൈമ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പരസ്പരം രണ്ടുപേരും പോകണമെന്ന് പറഞ്ഞു വാശി പിടിക്കുകയാണ്. ഊട്ടിയിൽ പോകാനല്ല, ഗോവയിൽ പോകാനല്ല, കറങ്ങാൻ പോകാനല്ല, പടച്ചവനെ വാപ്പയും മകനും കൂടെ ബദറിന്റെ രണാങ്കണത്തിൽ ചെന്ന് ഷഹീദാകാറ് രണ്ടുപേരും നമുക്ക് പോകണമെന്ന് പറഞ്ഞു വാശി പിടിക്കുമ്പോ അവസാനം ഒരു തീരുമാനമെടുത്തു. നമുക്ക് കുറിയിടാ, ആരുടെ പേരാണോ കിട്ടുന്നത് അവര് ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകട്ടെ. സുബ്ഹാനല്ലാഹ്. സഅദ് ഇബ്നു ഉസൈമ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടില് വാപ്പയും മകനും കൂടെ കുറിയിടുകയാ. ആരാണ് ബദർ യുദ്ധത്തിൽ പോകേണ്ടത്? രണ്ടുപേരും കൂടെ അവിടുന്ന് കുറിയിടുകയാണ്. പടച്ചവനെ കുറിയിടുമ്പോ മഹാനായ സഅദ് ഇബ്നു ഉവൈസ് റളിയല്ലാഹു തആല അൻഹു മകന്റെ പേരാണ് കിട്ടിയത്. പടച്ച റബ്ബേ, ആ സമയത്ത് പ്രായം ചെന്ന വാപ്പ തന്റെ പൊന്നാര മകനോട് പറയുകയാ, ഫഖാല ലഹു അബൂ യാ ബുനയ്യാ. തന്റെ പൊന്നാര മകനായ സഅദിനോട് വാപ്പ ചോദിക്കുന്നു, പൊന്നുമോനെ, നിനക്ക് ചെറിയ പ്രായമാ, വാപ്പയ്ക്ക് പ്രായമായിരിക്കുകയാ. അതുകൊണ്ട് മോനെ, എനിക്ക് അവസരം തരുമോ? എന്റെ പൊന്നുമോനെ, ഞാൻ പോകട്ടടാ ബദറിന്റെ രണാങ്കണത്തിലോ, അവിടെ പോയി ഷഹീദാകട്ടെ. അതുകൊണ്ട് അവസരം എനിക്ക് തരുമോ എന്ന് പറഞ്ഞു പൊന്നുമകന് കുറി വീണപ്പോ വാപ്പ അവിടെ നിന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് തന്റെ പൊന്നാര മകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വാപ്പാ, സ്വർഗമാ വാപ്പാ, വേറെ എന്തായിരുന്നെങ്കിലും ഞാൻ സമ്മതിക്കുമായിരുന്നു വാപ്പാ. പക്ഷേ സ്വർഗമാണല്ലോ പ്രതിഫലം, അതുകൊണ്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞു തന്റെ വാപ്പയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ബദറിന്റെ രണാങ്കണത്തിൽ ഷഹീദായ സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, വാപ്പ അവിടെ നിന്ന് ഉഹദ് യുദ്ധത്തിലാണ് ഷഹീദാകുന്നത്. പേടിയില്ലായിരുന്നു, മരിക്കുമെന്ന് രണ്ടുപേർക്കും ഉറപ്പാട്. എങ്കിലും പടച്ചവനെ പോകണമെന്ന് പറഞ്ഞു മത്സരമാ. വാപ്പയും മകനും കൂടെ രണ്ടുപേർക്കും യുദ്ധത്തിന് പോകണം, ബദറിന്റെ രണാങ്കണത്തിൽ പോകാൻ. അവസാനം തർക്കം കൂടിയപ്പോ സ്വത്തിന് വേണ്ടിയല്ല, അതാ മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് രണ്ടുപേർക്കും അറിയാം ഷഹീദാകഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ആരുമില്ലല്ലോ. അപ്പൊ പറഞ്ഞു, രണ്ടുപേരിൽ ഒരാള് പോ. അപ്പൊ ആര് പോകണം? രണ്ടുപേർക്കും പോകണം. അപ്പൊ വാപ്പ പറഞ്ഞു, എങ്കിലും നമുക്ക് കുറിയിടാം. കുറിയിട്ടപ്പോ മകന്റെ പേരാ വീണേ. വാപ്പ കരഞ്ഞുകൊണ്ട് പറയുന്നു, മോനെ, എനിക്ക് താടാ, ഞാൻ പോകട്ടെ. ഇല്ലുപ്പ, സ്വർഗമാ പ്രതിഫലം, വേറെ എന്തായിരുന്നെങ്കിലും ഞാൻ സമ്മതിക്കൂല. സഹാബി പോയി ഷഹീദായി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് ഭയമില്ലായിരുന്നു, അവർക്കൊരു പേടിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവര് ആ മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് അവര് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നത്. അതായിരുന്നു ബദരീങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇന്നത്തെ ചെറുപ്പക്കാര് പഠിക്കേണ്ട ഒരു ചരിത്രം പറയാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ ചരിത്രം പഠിക്കണമല്ലോ. അല്ലാഹുവേ,
ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. ഇന്ന് ചെറുപ്പക്കാരെ പഠിക്കണം. യൂട്യൂബിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കടന്ന് റീൽസ് എടുത്ത് കളിക്കുന്ന ചെറുപ്പക്കാരാ, 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, 16 വയസ്സുള്ള ഒരു സഹാബി ഉണ്ടല്ലോ, മഹാനായ ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. തന്റെ സഹോദരൻ അവിടെ നിന്ന് പറയുകയാണ്, 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ബദറിന്റെ രണാങ്കണത്തിൽ സ്വഹാബത്ത് യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോ ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. നബി തങ്ങളെ കാണാതെ, അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാതെ ഒരു ചെറുപ്പക്കാരന് 16 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ പതുങ്ങി പതുങ്ങി നടക്കുകയാ. 16 വയസ്സുള്ള ഒരു സ്വഹാബി അവിടെ നിന്ന് പതുങ്ങി പതുങ്ങി നടക്കുകയാണ്. അവിടെ നിന്ന് പതുങ്ങി നടക്കുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ചോദിക്കുകയാ, എന്താ നീ ഇങ്ങനെ നടക്കുന്നത്, എന്തിനാണ് ഒളിച്ച് നടക്കുന്നത്? പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇന്നി അഖാഫു അയ്യറാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ കാണാതിരിക്കാനാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ കാണുമെന്നുള്ള ഭയം കൊണ്ടാണ് ഒളിച്ച് നടക്കുന്നത്. എന്തേ കാരണമെന്നറിയോ? പടച്ചവനെ, എനിക്ക് 16 വയസ്സേ ഉള്ളൂ, ഞാൻ ചെറിയ പ്രായമാണല്ലോ, എനിക്ക് ചെറിയ പ്രായമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ കണ്ടാ ബദറിൽ പങ്കെടുക്കാൻ വിടാതെ എന്നെ മടക്കി വിടുമല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ തിരിച്ചു പറഞ്ഞു വിടുമല്ലോ. അതുകൊണ്ട് നബി തങ്ങളെ കാണാതിരിക്കാൻ പതുങ്ങി പതുങ്ങി നടക്കുകയാണ്. അവിടുന്ന് സഹാബി പറയുകയാ, ആ ചെറുപ്പക്കാരൻ 16 വയസ്സുകാരൻ പറയുകയാണ്, എനിക്ക് ചെറിയ പ്രായമായത് കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ കണ്ടാ തിരിച്ചു പറഞ്ഞു വിടുമല്ലോ, അതുകൊണ്ട് നബി തങ്ങളെ കാണാതിരിക്കാൻ പതുങ്ങി പതുങ്ങി നടക്കുകയാണ്. പടച്ചവനെ, കൂടപ്പറപ്പിനോട് പറയുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കാണുകയാണ്. ആ സ്വഹാബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയാ. ഉമൈർ ബിൻ അബീ വഖാസിനെ വിളിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, ബദറിന്റെ രണാങ്കണത്തിൽ നീ വരണ്ട, ചെറിയ കുട്ടിയാണ്, ചെറിയ പ്രായമാണ്, വരണ്ട എന്ന് പറഞ്ഞ് നബി തങ്ങൾ മടക്കി വിടാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നബി തങ്ങളുടെ കയ്യിൽ പിടിച്ച് കരയുന്നു, നബിയേ എന്നെ മടക്കല്ലേ നബിയേ, എന്നെ മടക്കി വിടല്ലേ നബിയേ, എനിക്ക് ശഹീദാകണം നബിയേ, എനിക്ക് സ്വർഗ്ഗത്തിൽ പോകണം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുകയാ. 16 വയസ്സുള്ള പടച്ചവനെ സ്വഹാബിയാട് നബി തങ്ങളുടെ കയ്യിൽ പിടിച്ച് കരയുകയാണ്. അവസാനം നബി തങ്ങളെ കണ്ടിട്ട് സങ്കടം വന്നിട്ട് അവിടെ നിന്ന് അനുവാദം കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്, ആ സ്വഹാബി ബദറിന്റെ രണാങ്കണത്തിൽ പോയി ശഹീദാവുകയാ. 16 വയസ്സുള്ള ഈ സഹാബി നബിതങ്ങൾ ബദറിന്റെ രണാങ്കണത്തിലേക്ക് സഹാബത്തിനെ റെഡിയാക്കുമ്പോ പതുങ്ങി പതുങ്ങി നടന്നു പോകുന്നു. നബിതങ്ങൾ കാണാതെ ഒളിച്ചു നടക്ക. എന്തിനാ? നബിതങ്ങൾ കണ്ടാ വിടൂല, തിരിച്ചു പറഞ്ഞു വിട്ടേക്കും പയ്യനായത് കാരണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സദഖത്തു റദ്ദുൽ ബല.